ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്. അതായത് ഒരു ഫയർ ഉണ്ടായാൽ അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അണയ്ക്കാൻ പറ്റിയാൽ ആ ഫയർ വളരെ പെട്ടെന്ന് അണയ്ക്കാൻ സാധിക്കും. ഇനിഷ്യലി ഫയറെല്ലാം വളരെ ചെറുതായിരിക്കും. സമയം കഴിയും തോറും ഫയർ വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. നമുക്ക് പിന്നീട് അണയ്ക്കാൻ വലിയ പ്രയത്നം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടെങ്കിൽ, നമ്മുടെ സമീപത്തൊരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടെങ്കിൽ ആ ഫയർ എക്സ്റ്റിങ്വിഷർ ഏത് ടൈപ്പാണെന്നും ഏത് തരം ഫയറിൽ ഉപയോഗിക്കാമെന്നും നമുക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഇനിഷ്യലി തന്നെ നമുക്ക് ആ ഫയർ അണയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ നമ്മൾ എല്ലാ ബിൽഡിങ്ങുകളിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയർ എക്സ്റ്റിങ്വിഷർ പ്രധാനമായിട്ട് 2 തരത്തിലാണ്. ഒന്ന് പൗഡർ ബേസ്ഡ് ഫയർ എക്സ്റ്റിങ്വിഷറും ഒന്ന് ഗ്യാസ് ബേസ്ഡ് ഫയർ എക്സ്റ്റിങ്വിഷറും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 ഫയർ എക്സ്റ്റിങ്വിഷറുകളും ഏത് ഫയറിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഗ്യാസ് ബേസ്ഡ് ഫയർ എക്സ്റ്റിങ്വിഷറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൺഫൈൻഡ് ഏരിയയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. പിന്നെ ഇലക്ട്രിക് പാനൽ ബോർഡുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ, അങ്ങനെയുള്ള സംഗതികളിൽ ഈ ഗ്യാസ് എക്സ്റ്റിങ്വിഷർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പൗഡർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കുക. പിന്നെ ഫോം ടൈപ്പ് എക്സ്റ്റിങ്വിഷർ, പത വരുന്ന എക്സ്റ്റിങ്വിഷറുകളുണ്ട്. അത് ലിക്വിഡ് ഫയർ ഉണ്ടായാൽ, ഓയിലിലോ അതേപോലുള്ള സാഹചര്യങ്ങളിൽ ഫയർ ഉണ്ടായാൽ, ഇപ്പം ഡീസലായാലും പെട്രോളായാലും അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന പത ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിങ്വിഷറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, അതായത് ഏത് എക്സ്റ്റിങ്വിഷർ എവിടെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തീ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് അണയ്ക്കാൻ സാധിക്കും.